all of you to Business Studies class. നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യാം എന്നാണ് നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കമ്പനി എന്താണ് എന്ന് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ചു. എന്താണ് ഒരു കമ്പനി, കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചു കമ്പനിയുടെ ഫോർമേഷൻ വളരെ ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സാണ്. ഇത് ഒരു വ്യക്തിക്കോ രണ്ടു പേർക്കോ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ പ്രോസസ്സല്ല. ഈ കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കുന്നത്. കമ്പനിയുടെ ഫോർമേഷന് 3 സ്റ്റേജസ് ഉണ്ട്. There are 3 stages in the formation of a company. ഒന്നാമത്തേത് പ്രൊമോഷൻ, രണ്ടാമത്തേത് ഇൻകോർപ്പറേഷൻ, മൂന്നാമത്തേത് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. അതിൽ ഒന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്, പ്രൊമോഷൻ. പ്രൊമോഷൻ ഓഫ് എ കമ്പനി. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആശയം മനസ്സിൽ ഉദിക്കുന്നത് മുതൽ ഈ ബിസിനസ് ഫോം ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് കൺസീവിങ് എ ബിസിനസ് ഐഡിയ ആൻഡ് ടേക്കിംഗ് ആൻ ഇനീഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി. നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന ഒരാശയം മനസ്സിൽ ഉദിക്കുന്നു. അങ്ങനെ ബിസിനസ് കുറച്ച് പൈസ കയ്യിൽ, ഒരാളിപ്പം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും, ജോലിയൊക്കെ മതിയാക്കി തിരിച്ചു വരുന്നു എന്ന് വിചാരിക്കാം. കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് ഫാമിലിയിൽ തന്നെ നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പം നോർമലി കുറച്ച് പൈസയുമൊക്കെ ആയിട്ടായിരിക്കും വരിക. വരുമ്പോൾ അവർ തീരുമാനിക്കുന്നു നമുക്കൊരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ ബിസിനസ് തുടങ്ങാം, കുറച്ച് പൈസയുണ്ട്, ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചിന്തിക്കുക? എന്ത് ബിസിനസ്സാണ് തുടങ്ങേണ്ടത്? ഇതാണ് കൺസീവിങ് എ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. ഈ ബിസിനസ് ആശയം കണ്ടുപിടിക്കുക. ഇനി ഒരു ബിസിനസ്, ഏത് ബിസിനസ് തുടങ്ങണം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ഗോ എഹെഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കമ്പനി. അപ്പോൾ ഈ കമ്പനി ഫോർമേഷന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തിയെ നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയും. അതൊരു വ്യക്തിയാകാം, ഏതാനും വ്യക്തികളാകാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയാകാം. ഓക്കെ, പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആശയം കണ്ടെത്തുകയും ഈ ഒരു കമ്പനി ഫോം ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ എ കമ്പനി ഈസ് കോൾഡ് പ്രൊമോട്ടർ. സോ എനി പേഴ്സൺ, group of persons or a company who conceives business idea and proceeds to form a company are said to be the promoters of the company. അവരെ നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ആരാണ്? ഒരു കമ്പനി ഫോർമേഷന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതാനും വ്യക്തികളാണ്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇനി പ്രൊമോട്ടർ ഈസ് വൺ ഹൂ അണ്ടർടേക്സ് ടു ഫോം എ കമ്പനി വിത്ത് റെഫറൻസ് ടു എ ഗിവൺ പ്രൊജക്റ്റ്. ഒരു കമ്പനി ഫോം ചെയ്യാൻ ഉള്ള അണ്ടർടേക്കിംഗ് എടുക്കുന്ന ഒരു വ്യക്തി. പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹൂ അണ്ടർടേക്സ് ടു ഫോം എ കമ്പനി and to set it going and who takes necessary steps to accomplish that purpose. ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യാം, അതുപോലെ ഈ കമ്പനിയെ റൺ ചെയ്യാം. എന്ന് വെച്ചാൽ കമ്പനിയുടെ ഫോർമേഷൻ മുതൽ അതിൻ്റെ നോർമൽ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആ കമ്പനി എത്തിക്കുന്നത് വരെയുള്ള ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ബിസിനസ് ആരംഭിക്കുന്നത് വരെ ഈ വ്യക്തിയെ നമ്മൾ പ്രൊമോട്ടർ എന്നാണ് പറയുക. ഓക്കെ, വൺസ് ദ കമ്പനി ഈസ് ഫോംഡ്, ലീഗലി ഫോംഡ്, പ്രൊമോട്ടർ, പിന്നെ പ്രൊമോട്ടർ ഇല്ല. പ്രൊമോട്ടർ
വിൽ ബിക്കം ദ ഡയറക്ടർ ഓർ മാനേജിങ് ഡയറക്ടർ. ഓക്കെ, ഇപ്പോൾ കമ്പനി ഫോർമേഷന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കമ്പനി, ഈ കമ്പനിയെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ബിസിനസ് ഐഡിയ കണ്ടെത്തുകയും ഒരു കമ്പനി ഫോർമേഷന് വേണ്ട നടപടിക്രമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ഏതാനും വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കമ്പനിയെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കമ്പനി ഫോം ചെയ്യുന്നത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് റിട്ടേണീസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽസ് നമുക്കും ഫോം ചെയ്യാം. ബിസിനസ് ആശയമുണ്ടെങ്കിൽ നമുക്കും കമ്പനി ഫോം ചെയ്യാം. ഗവൺമെൻറ് അതിനുള്ള സാമ്പത്തികമായ സഹായങ്ങളും ടെക്നിക്കൽ സഹായങ്ങളും ഒക്കെ തരും. അത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി ഗവൺമെൻറ് എൻകറേജ് ചെയ്യുന്നതാണ്. നമുക്കും കമ്പനി തുടങ്ങാം. അപ്പോൾ അങ്ങനെ പേഴ്സൺസിന് തുടങ്ങാം, അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ ചേർന്ന് കമ്പനി തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു കമ്പനിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്ങിന് തുടങ്ങാം. അതായത് റെയിൽവേ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയൊക്കെ റെയിൽവേസ് തുടങ്ങിയതാണ്. സോ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പ്രൊമോട്ടർ ഒരു കമ്പനി ഫോർമേഷന് വേണ്ട നടപടിക്രമങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനിയെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഒന്നാമത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. പ്രൊമോട്ടറുടെ ആദ്യത്തെ ഫങ്ഷൻ ഒരു ബിസിനസ് ആശയം കണ്ടെത്തുക, ബിസിനസ് അവസരം കണ്ടെത്തുക, ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരില്ല, അത് നമ്മൾ പോയി കണ്ടെത്തേണ്ടതാണ്. ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ടാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി, ഒരു പ്രൊമോട്ടറുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല ബിസിനസ് ആശയം കണ്ടെത്തുക എന്നതാണ് ഒരു പ്രൊമോട്ടറുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അത് മറ്റൊരാൾ ചെയ്തത് കോപ്പി അടിക്കുന്നതാവരുത്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ഇത് നമുക്ക് മറ്റൊരാളെ കോപ്പി ചെയ്യാൻ കഴിയില്ല. മറ്റാരും ചെയ്യാത്ത പുതിയൊരു ആശയമാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു നല്ല ബിസിനസ് ആശയം, മറ്റാരും ടാപ്പ് ചെയ്യാത്ത ഒരു പുതിയൊരു ബിസിനസ് ആശയം, അത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനാകാം, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനാകാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിനാകാം, പലതരത്തിലാകാം. ഓക്കെ, ഫിനാൻസ് ഓറിയൻറ്റഡ് ആകാം, അല്ലെങ്കിൽ IT ഓറിയൻറ്റഡ് ആകാം. ഏത് മേഖലയിലായാലും നമ്മൾ ഒരു ബിസിനസ് ആശയം കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ കമ്പനികളൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ, അതുപോലെ ഹൈഡ്രജൻ ഇന്ധനമാകിയ വാഹനങ്ങൾ, പലതരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവശ്യമില്ലാതെ പ്രകൃതി സൗഹൃദമായ വാഹനങ്ങൾ, മെഷീൻസൊക്കെ കണ്ടെത്തുന്നതിലാണ് കമ്പനികൾ ഗവേഷണം. കാരണം അതിലാണ് ഇനി ഭാവിയിൽ ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റിയായ വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയാണ് ഒരു പ്രൊമോട്ടറുടെ ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തത്, ഒരു ബിസിനസ് ആശയം നമ്മൾ കണ്ടെത്തി. നമ്മൾ ഒരു ആശയമായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഫ്യൂ ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ഐഡൻറ്റിഫൈഡ്. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ നടത്തേണ്ടത്, നേരെ നമ്മളൊരു ആശയം കണ്ടെത്തി, നമ്മൾ ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തി, നേരെ പോയിട്ട് നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യല്ല വേണ്ടത്. നെക്സ്റ്റ് വി വിൽ അനലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ ഫീസിബിലിറ്റി നമ്മൾ പഠിക്കണം. ഇത് നമുക്ക് നടക്കുന്ന കാര്യമാണോ അല്ലയോ, ഈ ഒരു ആശയം നമുക്ക് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കണം. 3 തരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസാണ് അണ്ടർടേക്ക് ചെയ്യേണ്ടത്. 1 ടെക്നിക്കൽ ഫീസിബിലിറ്റി, 2 ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, 3 എക്കണോമിക് ഫീസിബിലിറ്റി. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആൻഡ് എക്കണോമിക് ഫീസിബിലിറ്റി. നമ്മൾ മുൻപ് ഒന്നാമത്തെ ഫംഗ്ഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, അത് പ്രൊമോട്ടർക്ക് തന്നെ ബിസിനസ് ആശയം കണ്ടെത്താം. പക്ഷേ ഈ രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഫീസിബിലിറ്റി സ്റ്റഡി, എ പ്രൊമോട്ടർ കനോട്ട്
മേക്ക് ഫീസിബിലിറ്റി സ്റ്റഡി ബൈ ഹിംസെൽഫ്. കാരണം ഈ പ്രൊമോട്ടർ ഇതിന് എക്സ്പേർട്ട് ആയിരിക്കില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സ് ഷുഡ് ഗെറ്റ് ദ സർവീസ് ഓഫ് എക്സ്പേർട്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലെ എക്സ്പേർട്ടായ ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ സേവനം തേടും. അവരാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡീസ് പ്രൊമോട്ടർക്ക് വേണ്ടി അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നടത്തേണ്ട ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ്. നല്ല ഒരു ബിസിനസ് ആശയമായിരിക്കും, ബട്ട് ഇറ്റ് മെ നോട്ട് ബി ടെക്നിക്കലി പോസിബിൾ ടു എക്സിക്യൂട്ട്. ചിലപ്പോൾ ആശയം നല്ലതായിരിക്കും, പക്ഷേ അത് ടെക്നിക്കലി അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, അതിൻ്റെ റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല. റോ മെറ്റീരിയൽസ് ചില അപൂർവമായ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യേണ്ട ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ട്. അത് നമുക്ക് ലഭ്യമല്ല എങ്കിൽ, ഇറക്കുമതി ചെയ്യാൻ നിയന്ത്രണങ്ങളുള്ള ഉൽപ്പന്നമൊക്കെ ആണെങ്കിൽ, ഇവിടെ നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, റോ മെറ്റീരിയൽ അവൈലബിൾ അല്ല എങ്കിൽ, ടെക്നോളജി അവൈലബിൾ അല്ല എങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനുള്ള ടെക്നോളജി നമുക്ക് ഇവിടെ ലഭ്യമല്ല എങ്കിൽ, ആ ടെക്നോളജി നമുക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ വിദൂരമാണ് എങ്കിൽ, അത്തരമൊരു ബിസിനസ്സും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഈ ബിസിനസ്സിന് പ്രൊസീഡ് ചെയ്യണോ വേണ്ടേ. ടെക്നിക്കലി അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്, ടെക്നോളജി ഒക്കെ അവൈലബിൾ ആണ്. If everything is okay, then we will proceed to the next feasibility study. ടെക്നിക്കലി ഫീസിബിൾ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നടത്തുമ്പോൾ അത് മെയിൻലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അണ്ടർടേക്ക് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ബിസിനസ് പ്രൊജക്റ്റിന് എത്ര രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. We have to estimate the fund requirement. എത്ര ഫണ്ട് ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തുക. ഇനി വേണ്ടത് നമുക്ക് എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കഴിയും, നമ്മുടെ കയ്യിൽ എന്തുണ്ട്. നമ്മുടെ കയ്യിൽ ഉള്ളത് ചിലപ്പം നമ്മൾ 10 ലക്ഷത്തിൻ്റെ ബിസിനസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ കാണുള്ളൂ. ബാക്കിയുള്ള പണം നമ്മൾ പല സോഴ്സിൽ നിന്ന് റേസ് ചെയ്യും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ സഹകാരെ കൂട്ടുകാരെ നമുക്ക് ഉൾപ്പെടുത്താം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുക എത്ര ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തും. നെക്സ്റ്റ് നമ്മൾ നോക്കുക ഈ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ റേസ് ചെയ്യാൻ കഴിയും. നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്, ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുക്കാം, ഇനി ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് റേസ് ചെയ്യാം. അത് എത്ര നമുക്ക് മാക്സിമം റേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇഫ് ദ റിക്വയർഡ് ഫണ്ട്, ഈ ഫണ്ട് റിക്വയർമെൻറ്റ് ഫുള്ളി നമുക്ക് റേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ we can say that it is financially feasible. ഫിനാൻഷ്യലി ഫീസിബിൾ ആണ്, അതായത് സാമ്പത്തികം നമുക്കൊരു പ്രശ്നമല്ല. ഓക്കെ, we can raise the required amount of capital from different sources, then it is financially feasible. ഇപ്പോൾ ടെക്നിക്കലി ഫീസിബിൾ ആണ്, ഫിനാൻഷ്യലി ഫീസിബിൾ ആണ്. Then we go to the third feasibility study, the economic feasibility. In the economic feasibility, we will analyze the business idea in terms of its profitability. ഇതിന് ലാഭകരമായിട്ട് നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്യാൻ കഴിയുമോ. ഇത് ടെക്നിക്കലി ഫീസിബിൾ ആയിരിക്കും, ഫിനാൻഷ്യലി ഫീസിബിൾ ആയിരിക്കും, പക്ഷേ ഇത് ലാഭകരമായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. വി വിൽ സ്റ്റോപ്പ് ഹിയർ, നമ്മളത് പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, വി വിൽ അബാൻഡൻ ദിസ് ബിസിനസ് ഐഡിയ. ഓക്കെ, ലാഭകരമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ല എങ്കിൽ, നമുക്ക് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന സംവിധാനത്തിൽ ബിസിനസ് നടത്താൻ കഴിയില്ല. കാരണം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കടം വാങ്ങിയും ഒക്കെയാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ബിസിനസ് നടത്താൻ കഴിയില്ല. നമ്മൾ വിശദമായ ഫീസിബിലിറ്റി സ്റ്റഡി, ടെക്നിക്കൽ സ്റ്റഡി
അതുപോലെ എക്കണോമിക് ഫീസിബിലിറ്റി ഒക്കെ പഠിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ബിസിനസ് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ. നമ്മൾ ടെക്നിക്കലി വയബിൾ ആണ്, ഫിനാൻഷ്യലി ഫീസിബിൾ ആണ്, ദെൻ വി വിൽ ലുക്ക് അറ്റ് വെദർ ഇറ്റ് വിൽ ബി എക്കണോമിക്കൽ. ഇത് ലാഭകരമാകുമോ ഇല്ലയോ. ലാഭകരമാകില്ല എന്ന് നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യും? ബിസിനസ് ഐഡിയ വിൽ ബി അബാൻഡൻഡ്. Then if all these three feasibility studies show a positive result, we will go ahead with the formation of a company. ഇനി കമ്പനി ഫോർമേഷൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, 2 ഫീസിബിലിറ്റി സ്റ്റഡീസ്. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിം അപ്രൂവൽ ആണ്. ബിസിനസ്സിന് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര്. ദ പ്രൊമോട്ടർ ഷുഡ് സെലക്ട് എ നെയിം ഓഫ് ദി കമ്പനി. കമ്പനിക്ക് ഒരു പേര് ഡിസൈഡ് ചെയ്യണം. ഈ ഒരു പേര് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഷുഡ് അപ്ലൈ ടു ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫോർ അപ്രൂവൽ ഓഫ് നെയിം. അപ്പോൾ ഒരു പേര് നമ്മൾ കണ്ടെത്തി, പ്രൊമോട്ടർ ഒരു പേര് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കണം ഈ നെയിം അപ്രൂവലിന് വേണ്ടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ, ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഏത് സംസ്ഥാനത്താണോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ് നെയിം അപ്രൂവലിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പേര്, കമ്പനിയുടെ പേരുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പേരിൽ ഒരു കമ്പനി മാത്രമേ പാടുള്ളൂ. അപ്പം അതിനോട് സാമ്യമുള്ള പേരുകൾ പോലും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയാണ് രജിസ്ട്രാർ നെയിം അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി ഒരു പേര് മാത്രം സജസ്റ്റ് ചെയ്താൽ പോരാ. കമ്പനി വിൽ സെലക്ട് 3 നെയിംസ്, 3 പേരുകൾ കണ്ടെത്തും. ഈ 3 പേരുകൾ അതിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ ആപ്ലിക്കേഷനിൽ പൂരിപ്പിക്കും. ഒന്നാമത് കമ്പനിക്ക് വേണ്ട പേര് ആദ്യം എഴുതും, പിന്നെ അതിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ മറ്റ് 2 പേരുകൾ കൂടി കമ്പനി പ്രൊമോട്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് ആപ്ലിക്കേഷനിൽ ഫിൽ ചെയ്യും. ദെൻ ദി ആപ്ലിക്കേഷൻ വിൽ ബി given to the registrar of companies. For proposed name, registrar may approve the proposed name if it is not found undesirable. അത് undesirable അല്ല എന്ന് ഉറപ്പായാൽ മാത്രം രജിസ്ട്രാർ നെയിം അപ്രൂവ് ചെയ്യും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്, നെയിം അപ്രൂവൽ. ഓക്കെ, പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പനി ഇനി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ പേരിലാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു പേര് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് പ്രൊമോട്ടർക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ്. നെക്സ്റ്റ് ഈസ് ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നമുക്ക് ഓരോ രാജ്യങ്ങൾക്കും രാജ്യത്തിൻ്റെ ഭരണഘടനയുണ്ട്. ഇതേപോലെ ഓരോ കമ്പനികൾക്കും കമ്പനിയുടേതായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടേണ്ടത് ആരൊക്കെയാണ് എന്ന് പ്രൊമോട്ടേഴ്സ് തീരുമാനിക്കണം. പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ഡിസൈഡ് അബൌട്ട് ദ മെമ്പേഴ്സ് ഹു വിൽ സൈൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ പ്രൊപ്പോസ്ഡ് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ഈ സൈൻ ചെയ്യുന്നവരാണ്, ഈ ഫസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്നവരാണ് കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒപ്പിടുന്നവരുടെ കൺസെൻറ്റ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ ഡയറക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവർ ക്വാളിഫിക്കേഷൻ ഷെയർ എടുക്കണം. അതിന് കമ്പനിയിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ എടുക്കണം. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഷെയർ എടുത്ത് കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചു കൊണ്ടുള്ള ഒരു കൺസെൻറ്റ് ലെറ്റർ, അതും ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഡോക്യുമെൻസിൻ്റെ കൂടെ കമ്പനി രജിസ്ട്രേഷൻ ആവശ്യമായതാണ് ഈ കൺസെൻറ്റ് ലെറ്റർ. ഓക്കെ, ഇതാണ് ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയെന്ന് ഡിസൈഡ് ചെയ്യണം. ഈ സൈൻ ചെയ്യുന്നവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ആദ്യത്തെ ഡയറക്ടേഴ്സ് ഈ സൈൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ കൺസെൻറ്റ് ലെറ്റർ വാങ്ങി വയ്ക്കണം പ്രൊമോട്ടേഴ്സ്.
ഓക്കെ. നെക്സ്റ്റ് ഈസ് അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്. അപ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, നമ്മൾ പണ്ടും നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരാൾക്കോ രണ്ടു പേർക്കോ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സല്ല. കാരണം ഇത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്, വളരെ എക്സ്പേർട്ട് സർവീസ് ആവശ്യമായതാണ്. പല ഫങ്ഷൻസും വളരെ എക്സ്പേർട്ട് സർവീസ് ആവശ്യമായതാണ്. നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസിലൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ എക്സ്പേർട്ടായ ആളുകൾ വേണം, ഓരോ മേഖലയിലും എക്സ്പേർട്ടായ ആളുകളാണ് അതിനൊക്കെ വേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് പ്രൊമോട്ടറാണ്. അപ്പോൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ഒന്ന് മർക്കൻറ്റൈൽ ബാങ്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം, ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, ദേ ആർ അപ്പോയിൻറ്റഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ആദ്യമേ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്നതിനും കമ്പനി രജിസ്ട്രാർക്ക് കൊടുക്കേണ്ട വിവിധ ആപ്ലിക്കേഷൻസ് തയ്യാറാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ്. പ്രൊമോട്ടർ ടേക്സ് സ്റ്റെപ്സ് ടു പ്രിപ്പയർ certain documents which have to be submitted to the registrar of companies. കമ്പനി രജിസ്ട്രാർക്ക് കമ്പനി രജിസ്ട്രേഷനുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ അതോടൊപ്പം കൊടുക്കേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനാണ് അടുത്ത സ്റ്റെപ്പ്. 3 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, 2 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ 3ാമത്തേത് കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നമ്മൾ പിന്നീട് വീണ്ടും പഠിക്കും, വിശദമായിട്ട് പഠിക്കും. ഈ കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് തൊട്ട് മുൻപത്തെ സ്റ്റേജിൽ പറഞ്ഞു. അവർ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തോളാം, ക്വാളിഫിക്കേഷൻ ഷെയർ എടുക്കാം എന്നൊക്കെ സമ്മതിച്ചു കൊണ്ടുള്ള ഒരു ലെറ്ററാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്, കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 ഡോക്യുമെൻറ്റ്സ് ആണ് പ്രൊമോട്ടേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ആണ് കമ്പനി രജിസ്ട്രേഷന് വേണ്ട അപേക്ഷ. ആ നെയിം അപ്രൂവലിന് അപ്രൂവ് ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും കമ്പനി രജിസ്റ്റർ അടുത്തുനിന്ന്. ആ നെയിം അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കൺസെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതെല്ലാം ചേർത്താണ് ഒരു അപേക്ഷ കമ്പനി രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷൻസ്. ഓക്കെ, താങ്ക് യു.